കാവേരി പട്ടണത്തിലെ ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകിയെ വിവാഹം ചെയ്ത് സുഖമായി ജീവിച്ചു. എന്നാൽ മാധവി എന്ന നർത്തകിയോടുള്ള മോഹത്തിൽ കോവലൻ തന്റെ സമ്പത്തൊക്കെയും നഷ്ടപ്പെടുത്തി. തെറ്റ് തിരിച്ചറിഞ്ഞ് അവൻ കണ്ണകിയിലേക്ക് മടങ്ങി. ബാക്കിയുണ്ടായിരുന്നത് കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രം. വ്യാപാരത്തിനായി അവർ മധുരയിലേക്ക് പോയി. അന്നേസമയം രാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പ് മോഷണം പോയിരുന്നു. കണ്ണകിയുടെ ചിലമ്പുമായി സാമ്യമുണ്ടായതിനാൽ കോവലനെ കള്ളനെന്ന് തെറ്റിദ്ധരിച്ചു. പാണ്ഡ്യരാജാവിന്റെ ആജ്ഞപ്രകാരം കോവലന്റെ ശിരച്ഛേദം നടന്നു. ഇതറിഞ്ഞ കണ്ണകി രാജസഭയിലെത്തി തന്റെ ചിലമ്പ് പൊട്ടിച്ച് ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിച്ചു. രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളും തന്റെ ചിലമ്പിൽ രത്നങ്ങളുമാണെന്ന് തെളിഞ്ഞു. തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപത്തിൽ മരിച്ചു. കോപത്തിൽ കണ്ണകി മധുരയെ ശപിച്ചു. അവളുടെ പാതിവ്രത്യ ശക്തിയിൽ നഗരം തീയിൽ ചാരമായി. പിന്നീട് നഗരദേവതയുടെ അപേക്ഷ പ്രകാരം അവൾ ശാപം പിൻവലിച്ചു. ദുഃഖത്തിൽ നിന്ന് ദൈവരൂപം പ്രാപിച്ച കണ്ണകിക്ക് മോക്ഷം ലഭിച്ചു.